ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങച്ചാറാണ്. വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട്. ഇതിനായിട്ട് നമുക്ക് വിനിഗറോ വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും തന്നെ വേണ്ട. വളരെ ചുരുങ്ങിയ ചേരുവകൾ മാത്രം മതി ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്നിവിടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ അതേ മാങ്ങ ഞാൻ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില, ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ പകുതി പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും സദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് അച്ചാർ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഈ ഒരു വീഡിയോ വളരെ ചെറുതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണേ. ഇതിപ്പോൾ നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് നേരം നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാങ്ങ അങ്ങനെ വെന്ത് കുഴഞ്ഞ പരുവത്തിലായി പോവും. ഈ ഒരു അച്ചാർ കഴിക്കുമ്പോൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ തന്നെ കടിക്കാനായിട്ട് കിട്ടണം കേട്ടോ. എന്നാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ ഈ ഒരു ചീനച്ചട്ടിയുടെ ചൂട് കാരണം ഇത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് കുഴഞ്ഞിട്ടൊക്കെ പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ ഒരു അച്ചാറിൽ നമ്മൾ അധികം ഓയിലും വിനീഗറൊന്നും ചേർത്ത് കൊടുക്കാത്ത കാരണം ഈ ഒരു അച്ചാർ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായിട്ടൊക്കെ പോകും. അപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മളിത് പുറത്ത് വെക്കാം കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു അച്ചാർ നമ്മൾ കുറേ നാളത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണേക്കായും ഭേദം അപ്പോഴേക്കപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കണതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ. താങ്ക്